മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. മൂന്നും വളരെ വിശദമായി വിശദീകരിക്കേണ്ടുന്ന കാര്യങ്ങളാണെങ്കിലും ചില സൂചനകൾ നൽകാം. ഒന്നിപ്പോൾ ഗസയിലുള്ള സംഭവങ്ങൾ നമുക്കറിയാം. നമ്മളെ കുറേ കാലമായി, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ടല്ല, വർഷങ്ങളായി ലോകമാകമാനം മുസ്ലിം മനസ്സുകൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഫലസ്തീനിലെ ജൂതന്മാരുടെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. ഇപ്പോൾ അത് കുറച്ച് രൂക്ഷമായി. തൽക്കാലം ഒരു സമാധാന സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ വിഷയത്തിൽ തന്നെ കരാറുകൾ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അവർക്ക് പല നിലക്കും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇത് അവരുടെ ഒരു വർഗ സ്വഭാവമാണ്. ബനൂ ഇസ്രായേൽ സമുദായത്തെക്കുറിച്ച് അല്ലാഹു സൂറത്ത് മാഇദയിൽ ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഭാഗമാണ്, എല്ലാവരും ശ്രദ്ധയിലുണ്ടാകും. വലാ തസാലു തത്തലിയു അലാ ഖാഇനത്തി മിൻഹും ഇല്ലാ ഖലീലൻ മിൻഹും. അവരിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകളല്ലാതെ മറ്റുള്ള ആളുകളിൽ നിന്ന് വഞ്ചന നീ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ശരിയായ ഒരു അന്തിമമായ പരിഹാരം അല്ലാഹു അതിന് വെച്ച ഒരു വ്യവസ്ഥയുണ്ട്. അത് സംഭവിക്കും. അതിനു മുമ്പ് അതിലേക്കുള്ളൊരു ഫതഹിനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു ഉണ്ടാക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന കാലത്ത് അതിലൊരു ആശ്വാസം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ, വലിയൊരു ആഗ്രഹമുള്ള സംഗതിയാണ്. അതിന് അനുഗുണമായ നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കൊക്കെ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ കൂടെ അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ മക്കയിൽ നിന്ന് ഹിജ്റ വരാൻ പറ്റാതെ അവിടെ മർദ്ദിക്കപ്പെട്ടിരുന്ന സ്വഹാബത്ത് അവരോരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ അവർക്ക് വേണ്ടി പൊതുവായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻജിൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ. അതുപോലെ നമ്മൾ ആ സഹോദരന്മാർക്ക് വേണ്ടി സ്ഥിരമായി പ്രാർത്ഥിക്കണം. അതുപോലെ അവരെ മറ്റു നിലക്ക് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം മുസ്ലിം വിരുദ്ധത എന്നതാണ്. അതും കുറേ കാലമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട ചില പുതിയ സംഭവങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീണ്ടും നമ്മുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ശിരോവസ്ത്ര വിവാദം ഉണ്ടായി. ഒരു ആ സ്കൂളിലെ യൂണിഫോം നിയമം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ എടുത്ത ഒരു അച്ചടക്ക നടപടി എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ നമുക്കൊരു കൺസേൺ ഉള്ള വിഷയമാക്കുന്നത്, അതിനെപ്പറ്റി അവർ പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് മുഖമക്കനെ ധരിക്കുന്നത് ഭീതി ഉണ്ടാക്കുന്നു. അപ്പം അങ്ങനെ ഇസ്ലാമിൻ്റെ അടയാളങ്ങളെ ഭീതിയുടെ ഒരു പ്രതീകമാക്കി അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെക്കുറിച്ച് സമൂഹത്തിലൊരു പൊതുവായ വിരോധം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണത്. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. സമയം കൂടുതലില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അതുപോലെ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ആളുകൾ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ പ്രതികരിച്ചാൽ അതിൻ്റെ ന്യായാന്യായങ്ങൾ നോക്കി ശരിവെക്കുകയോ പിന്തുണക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ആരെങ്കിലും അതിനെ തെറ്റായി അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം ഇതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകളെ തീവ്രവാദികളാക്കുക, അവരെ ഭീകരവാദികളാക്കുക, അവരെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തവരാക്കുക, ആ രീതിയിലുള്ള ഒരു ശ്രമവും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു മതേതര സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ മതത്തിൻ്റെ അടയാളങ്ങൾ ഒഴിവാക്കണം എന്ന് ഉള്ള ഒരു പൊതുബോധം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുപോലെ ഇതിലുള്ള മറ്റൊരു വിഷയം, ഈ വിഷയം വലിയ വിവാദമായപ്പോൾ ചാനൽ ചർച്ചകളിലടക്കം ആളുകൾ ചോദിക്കുന്നത്, ഇതൊരു എസെൻഷ്യൽ പ്രാക്ടീസാണോ? ഈ തലമറക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമായും എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു സംഗതിയാണ്. ആണെന്ന് അറിയാഞ്ഞിട്ടല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കണം. പക്ഷെ അവർ പറയുന്നൊരു ന്യായം, അതിൽ നമുക്കൊരു കൺസേൺ വേണം. ഇപ്പോൾ ഈ സമൂഹത്തിൽ അധികം ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ നിർബന്ധമാണെങ്കിൽ എല്ലാവരും ചെയ്യൂല എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായി സമൂഹത്തിന് മുമ്പിൽ സ്ഥിരീകരിക്കുന്നതിൽ ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തിന് വലിയൊരു പങ്കുണ്ട്. അതിൽ നമ്മളുണ്ടാകാൻ പാടില്ല. ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ വളരെ പക്വത കാണിക്കണം. ഇപ്പോൾ പലപ്പോഴും എതിർപ്പ് അത് പല രീതിയിൽ പ്രകടിപ്പിക്കുക. പക്ഷെ നമ്മളെപ്പോഴും നീതിയുടെയും ന്യായത്തിൻ്റെയും മാന്യതയുടെയും ഒരു ശൈലി വിട്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ പാടില്ല. പൊതുവെ നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ അത് ആ രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളും കാണാൻ പറ്റും. അതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ മുസ്ലിങ്ങളെക്കുറിച്ച് കൂടുതൽ വെറുപ്പ് ഉണ്ടാക്കാൻ അത്തരം പ്രതികരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരും. നമ്മൾ പറയാറുണ്ട്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ, ആളുകളിപ്പോൾ നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾക്കൊന്നും ഇങ്ങനത്തെ വർഗീയതയോ മുസ്ലിം വിരോധമൊന്നും ഇല്ല എന്ന്. ഒരർത്ഥത്തിൽ ശരിയാണ്, കാരണം നമ്മൾ അങ്ങനെ ഒരു വൃത്തത്തിൽ ജീവിക്കുന്നുകൊണ്ടാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്നൊരു പുതിയ തലമുറ ഉണ്ട്. അവർ നമ്മുടെ സൗഹാർദ്ദവും നമ്മുടെ ചെറുപ്പം മുതൽ അനുഭവിച്ച കാര്യങ്ങളൊന്നുമല്ല. അവർക്ക് അനുഭവമുള്ളത് അവർ ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വാരി വിതറിയിട്ടുള്ള ഈ വെറുപ്പാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനെ വളരെ മാന്യമായ രീതിയിൽ പക്വമായ സമീപനം എടുത്താണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഈ അടുത്ത് നടന്ന ഡയലോഗ് അത് കാണാത്തവർ
അതിൻ്റെ പിന്നെ ഓൺലൈൻ കിട്ടും, അത് പിന്നെ പൂർണ്ണമായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കണം. കുറേ വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായിരുന്നാലും പുതിയ കാലത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു കാലം വരും, അന്ന് യഅതി അല സമാനി അലന്നാസി സമാനുൻ അസ്വാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംർ. അതായത് ഒരു കാലം വരും മനുഷ്യർക്ക്, അന്ന് ദീനിൽ ഉറച്ചു നിൽക്കാൻ ക്ഷമ കാണിക്കുന്ന ആളുടെ അവസ്ഥ കയ്യിലൊരു തീക്കനൽ പിടിച്ചവനെ പോലെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇതല്ല, ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ സമൂഹത്തിൽ അത് പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ നിലക്കുള്ള പല സാമൂഹികമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തൊരു തലമുറക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ മക്കളെ, നമ്മുടെ അടുത്ത തലമുറ ഈ വിഷയത്തിൽ അവരുടെ ഈമാൻ ശക്തിപ്പെടുത്തി കൊടുത്തുകൊണ്ടും അവർക്ക് അതിനോടുള്ള പിന്നെ ഇസ്ലാമികമായ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് തന്നെ ഒരു മുസ്ലിമിൻ്റെ ജീവിതക്രമം എങ്ങനെ ആയിരിക്കണം, അവൻ്റെ സാംസ്കാരിക നിലപാട് എന്തായിരിക്കണം എന്നൊക്കെ വളരെ ശക്തമായ നിലക്കുള്ള ഒരു പഠനം അവർക്ക് നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ മൂന്നാമത് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള ഒറ്റപ്പെടുത്തലുകൾക്കും പിന്നെ പാർശ്വവൽക്കരണത്തിനൊക്കെ ഒരായുധമായി മാറുന്നത് പലപ്പോഴും രാഷ്ട്രീയ അധികാരമാണ്. അതിനെ നമുക്ക് എതിർക്കാനുള്ള വഴി ഭരണഘടനയുണ്ട്, അവകാശമുണ്ട്, നീതിന്യായം, കോടതികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഈ അധികാരം ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ശരിക്കുള്ളൊരു പരിഹാരം. അതിന് നമ്മുടെ കയ്യിലുള്ള ആയുധം സമ്മതിദാനാവകാശമാണ്. അതിൻ്റെ ഒരു ക്രമീകരണം ഇപ്പോൾ നടക്കാൻ പോകുന്നു. അതിനെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അടുത്ത ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പ്രത്യാഘാതങ്ങളുള്ള ഒരു സംഗതിയാണ്. അത് നിയമപരമായി നിലനിൽക്കുന്നൊരു പ്രക്രിയയാണ്. അത് ഒരു ദ്രോഹബുദ്ധിയോടുകൂടി ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു സംഗതിയൊന്നുമല്ല. അത് നേരത്തെ നടപ്പിലുള്ള ഭരണഘടനയിലെ വ്യത്യസ്ത വകുപ്പുകൾ പൗരാവകാശ പിന്നെ സമ്മതിദാനാവകാശമായിട്ട് ബന്ധപ്പെട്ട ജനാധിപത്യ നിയമങ്ങളിൽ ഉള്ളതാണ്. ഇത് വോട്ടർ പട്ടിക പിന്നെ ഓരോ കാലത്ത് പുതുക്കുക എന്നുള്ളത്. പുതുക്കാനിപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വോട്ട് ചേർത്തത് പുതുക്കുന്നുണ്ട്, മരിച്ച ആളുകളുടെ വോട്ടുകൾ പിന്നെ വെട്ടിപ്പോകുന്നുണ്ട്, അങ്ങനെ പലതും നടക്കുന്നുണ്ടെങ്കിലും രേഖകൾ പരിശോധിച്ചുകൊണ്ട് പിന്നെ അതിനെ ശരിക്ക് കൃത്യമായി നവീകരിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഈ ഇൻറ്റൻസീവ് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മുമ്പും നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിൽ ദുരുപയോഗത്തിനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ബീഹാറിൽ നമ്മൾ കണ്ടതാണ്, ധാരാളം ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട്, 65 ലക്ഷത്തോളം ആളുകളുടെ വോട്ട് ഒറ്റയടിക്ക് നഷ്ടപ്പെടുത്താൻ ഈ ഒരു പഴുതാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കേരളത്തിലും ആ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൂടെ. പക്ഷേ താരതമ്യേന നമ്മൾ കുറച്ചുകൂടി രാഷ്ട്രീയ ബോധമുള്ള ആളുകളായതുകൊണ്ടും കുറച്ചുകൂടിയൊക്കെ രേഖകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ സൗകര്യമുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടും അത്ര തന്നെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മളതിനെ നിസ്സാരമായിട്ട് കണ്ടാൽ ആ നിലക്കുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ ഈ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വരുന്ന ഇലക്ഷനുകളിൽ നമുക്ക് വോട്ടവകാശം ഉണ്ടാവുമോ, അതുപോലെ തന്നെ നമ്മുടെ പൗരത്വ നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് തൽക്കാലം അടക്കി വെച്ച സംഗതികളൊക്കെ പുറത്തത് ഒരു പ്രച്ഛന്നവേഷത്തിൽ അത് കൊണ്ടുവരികയാണെന്ന് വരെ അതിനെക്കുറിച്ച് പിന്നെ നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അവസാനം 2002 ഈ നിലക്കുള്ള ശുദ്ധീകരണ പ്രക്രിയ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് ഇപ്പോൾ പരിശോധിക്കുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനതാണ്. അതായത് അതുവരെയുള്ള ആളുകളുടെ രേഖകൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതിന് ശേഷമുള്ള ആളുകളുടേതും അതുപോലെ പരിശോധിക്കണം, ഒഴിവാക്കാനുള്ളത് ഒഴിവാക്കണം, ചേർക്കാനുള്ളത് ചേർക്കണം, ഇരട്ട വോട്ടുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതിൽ 2002 എഴുതിയത് വിട്ടു. പിന്നെ 2.72 എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും കൂടിയ ആളുകളാണ് 2002 ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ 2.24, ഇപ്പോൾ അത് 2.78 അപ്പോൾ ഒരു 54 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അത് കുറേ പുതിയ വോട്ടുകൾ ചേർത്തതാണ്. പക്ഷേ അതിൽ പിന്നെ ഡ്യൂപ്ലിക്കേഷനൊക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് പരിഹരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ന്യായം പറയുന്നത്. അപ്പോൾ അതിന് ചെയ്യാൻ പോകുന്നത് എല്ലാ വീടുകളിലും എന്യൂമറേഷൻ ഫോം തന്നിട്ട് അത് പൂരിപ്പിച്ച് ഡാറ്റ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബൂത്ത് തലത്തിൽ ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്, BLO എന്ന് പറഞ്ഞിട്ട്. അവർ നമ്മുടെയൊക്കെ വീടുകളിൽ വരും, വീടുകളിൽ വന്ന് ഫോം തരും. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ലാന്ന് വെച്ചാൽ അതൊന്ന് പിന്നെ നമ്മൾ നിസ്സാരാക്കി വിട്ടാൽ നമ്മൾ വോട്ടൊക്കെ പോകും. കാരണം ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരിച്ച് നൽകിയിട്ട് അത് പഴയ ലിസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇനി നമുക്ക് വോട്ടുണ്ടോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ വീടുകളിൽ വിവരം അറിയിക്കണം. ഇങ്ങനെ എന്യൂമറേറ്റർമാർ വരുമ്പോൾ ഫോം വാങ്ങണം, കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കണം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർക്കൊരു ബോധം കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഫോം തരും, എല്ലാവരും ഫോം പൂരിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഫോം പൂരിപ്പിച്ചിട്ട് ഇതായാലും നോക്കുക, 2002 പട്ടികയിൽ, വോട്ടർ പട്ടികയിൽ നമ്മളെ പേരുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ പരിശോധിക്കാൻ പറ്റും. പേരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പേരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോം കൊടുക്കാതിരിക്കരുത്, ഫോം കൊടുക്കണം.
അപ്പോൾ മറ്റധിക രേഖകളൊന്നും ആവശ്യമില്ല. ഇനി പിന്നെ കേൾക്കണില്ലേ, ഇനി പിന്നെ നമ്മളെ പേര് ഇല്ല, പക്ഷേ നമ്മളെ രക്ഷിതാവിൻ്റെ പേരുണ്ട്, മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും പേരുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോഴും നമുക്ക് ഈ തരുന്ന ഫോമിൽ 2002 ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടോ എന്ന് അടയാളപ്പെടുത്താനുള്ള കോളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാവിൻ്റെ പേരുണ്ടോ എന്നത് അടയാളപ്പെടുത്താനുള്ള കോളമുണ്ട്. അപ്പോൾ അത് പൂരിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഫോം മതി, വേറെ രേഖകളുടെ ആവശ്യമില്ല. ഇതിൽ രണ്ടിലുമില്ലെങ്കിലാണ് കുഴപ്പം. രണ്ടിലുമില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഫോം കൊടുക്കണം. അതിന് പുറമെ ഇതവർ ലിങ്ക് ചെയ്ത് പരിശോധിച്ചിട്ട് നമുക്ക് നോട്ടീസ് തരണം എന്നാണ്. നോട്ടീസ് തരുമ്പോൾ നമ്മൾ പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. അപ്പോഴേ നമ്മളെ ഒരു വോട്ടറായിട്ട് അംഗീകരിക്കുള്ളൂ. ഇന്ത്യയിലൊരു വോട്ടറാകാൻ വേണ്ടത് 18 വയസ്സ് വേണം. അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലത്ത് ആ അസംബ്ലി മണ്ഡലത്തിലാണ് വോട്ടുണ്ടാവുക. പിന്നെ ഇന്ത്യയിൽ ജനിച്ച് പൗരത്വമുള്ള ആളാണെന്നുള്ളതിന് തെളിവ് വേണം. ഈ 3 കാര്യം ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് വോട്ട് ചേർക്കാൻ പറ്റുക. അപ്പോൾ ഈ ലിസ്റ്റിലില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് ചേർക്കണമെങ്കിൽ ഈ നിലക്കുള്ള വിവരം രേഖ നമ്മൾ നൽകേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ലിങ്കാണിത് സൈറ്റിൽ കിട്ടും. ഈ ലിങ്കിൽ നോക്കിയാൽ നമുക്ക് 2002 വോട്ടുണ്ടോ എന്നുള്ളത് അതിൽ നമ്മുടെ ജില്ല, നമ്മളെ അസംബ്ലി മണ്ഡലം കൊടുത്താൽ നമ്മളെ ബൂത്തുകളുടെ പേര് വരും. നമ്മുടെ പ്രദേശത്തുള്ള ബൂത്തുകൾ നമുക്കറിയാലോ. അതിൽ നോക്കിയാൽ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും നമ്മളെ വീട്ടുപേരുകൾ. പിന്നെ നോക്കുക, ഏറ്റവും അവസാന കോളത്തിൽ വീട്ടുപേരുകളാണ്. മറ്റേത് ഒരുപാട് പേര് ഒരേപോലത്തെ പേരുകളുടെ നമുക്ക് തിരഞ്ഞു പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലത്തേറ്റത്തെ കോളത്തിൽ വീട്ടുപേരുകളുണ്ടാവും. അതിങ്ങനെ നോക്കി നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മളെ പേരുണ്ടോ നോക്കുക, നമ്മൾ പേരില്ലെങ്കിൽ നമ്മളെ ഉപ്പാടെ പേരുണ്ടോ നോക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ പേരുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നർത്ഥം. പിന്നെ ഒന്നുള്ളത്, പിന്നെ ഇത് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് നമുക്ക് 12 രേഖകൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു രേഖ നമ്മൾ കൊടുക്കണം. ഒരു മിനിറ്റ്, എന്തെങ്കിലുമുള്ള പ്രസൻറ്റേഷൻ മാറിയിട്ടുണ്ട്. അത് 12 രേഖകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു രേഖ വേണം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പാസ്പോർട്ട് ഒരു രേഖയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പാസ്പോർട്ട് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അത് ഒരു എളുപ്പമാണ്. അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വേണം. അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ളത് ഗവൺമെൻറ് പിന്നെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വേണം. അതായത് നമ്മുടെ ജനന തീയതിയും ജനന സ്ഥലവും പിന്നെ തെളിയിക്കാൻ പറ്റുന്ന രേഖകളാണ് ആവശ്യം. അതുപോലെ പിന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ പറ്റും. പിന്നെ നമുക്ക് ഗവൺമെൻറ് വീടോ സ്ഥലമോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ പറ്റും. ഗവൺമെൻറ് ജോലിക്കാർക്ക് അവരുടെ ID പറ്റും. അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പെൻഷൻ ഓർഡർ പറ്റും. ഇങ്ങനെ ആധാർ അവസാനം പറയുന്നുണ്ട്. ആധാർ ഇപ്പോഴും തിരിച്ചറിയലിനെ ഉപയോഗിക്കുള്ളൂ. അത് പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കില്ല എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടത് നമ്മളെ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളത് വീട്ടിൽ പരിശോധിക്കുക, നമുക്കും പരിശോധിക്കാൻ പറ്റും. അതുപോലെ രേഖ ആവശ്യമുള്ളവരാണെങ്കിൽ അതിന് വേണ്ട രേഖകൾ കരുതി വെക്കുക. ഇനി ഈ ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാരെ പേര് ചേർക്കുന്നതിന് 87 ജൂലൈ 1 മുമ്പ് ജനിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലവും തെളിയിക്കുന്ന എന്തെങ്കിലും രേഖ മതി. പാസ്പോർട്ടോ സ്കൂൾ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഉണ്ടായാൽ മതി. 87 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക് അവരത് മാത്രം പോരാ, രക്ഷിതാവിൽ ഏതെങ്കിലും ഒരാളുടെ കൂടി രേഖ കൊടുക്കണം. 2004 ഡിസംബർ 2 ശേഷമാണെങ്കിൽ പിന്നെ രക്ഷിതാക്കളുടെ രണ്ടാളുടെയും രേഖ കൊടുക്കണം. ഇങ്ങനെയാണ് അതിന് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇനി 2 പട്ടികകളിലും പേരില്ലെങ്കിൽ അത് ചേർക്കാൻ പറ്റും. ചേർക്കാൻ ഫോറം 6, നാട്ടിലുള്ളവർ ഫോം നമ്പർ 6 പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. പ്രവാസികൾ വോട്ട് ചേർക്കാൻ ഫോറം 6A എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോമുണ്ട്, അതാണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ പറഞ്ഞ രേഖകൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രവാസികളായ നമ്മളെന്താ ചെയ്യുക? നമുക്ക് എങ്ങനെയാണ് എന്യൂമറേഷൻ? ഇപ്പോൾ ഇവർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, ലിസ്റ്റിൽ പേരുള്ളവർക്കൊക്കെ അവർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, അത് ഒപ്പിട്ട് തിരിച്ചു കൊടുക്കണം. വന്നിട്ട് കണ്ടിട്ടില്ലെങ്കിൽ 3 പ്രാവശ്യം വരെ അവർ വരണം എന്നാണ്. യെല്ലോ ബൂത്ത് ലെവൽ ഓഫീസർ വരണം. ഒരു ബൂത്തിൽ മാക്സിമം 1200 വോട്ടാണ് ഉണ്ടാവും. അതിന് ഒരാൾ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടി ഏജൻറ്റുമാരൊക്കെ അവരെ സഹായിക്കാനുണ്ടാവും. അപ്പോൾ അത് ഒന്നുകിൽ നമുക്ക് ഫോം തന്നില്ല, അങ്ങനെ ഉണ്ടാവും. ലിസ്റ്റിൽ പേര് നമുക്ക് ഫോം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഓൺലൈൻ അവരുടെ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ പ്രവാസികളായ നമുക്കും ഓൺലൈനിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 4-ാം തീയതി എൻ്റെ ലിങ്ക് വരും എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. എന്നിട്ടത് ഡൗൺലോഡ് ചെയ്ത് പിന്നെ പ്രിൻ്റ് എടുത്ത് നമ്മൾ പൂരിപ്പിച്ച് ഒപ്പിട്ടിട്ട് തിരിച്ച് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് നമ്മൾ പ്രവാസികൾ എന്നുള്ള ഇവിടുന്ന് അപ്ലോഡ് ചെയ്താൽ നമ്മൾ വീട്ടിൽ അറിയിക്കണം. നമ്മൾ BLOനെ വിവരം അറിയിക്കണം. നമ്മൾ വോട്ട് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അവിടെ അറിയിക്കണം. അപ്പോൾ വീട്ടിലുണ്ടാവും, ദൂരെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും.
വേറെ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരതൊക്കെ മാതാപിതാക്കൾക്ക് ഒപ്പിട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഫോം കിട്ടിയാൽ പൂരിപ്പിച്ച് മാതാപിതാക്കൾ ഒപ്പിട്ട് കൊടുത്താൽ മതി, ആ വിവരം അതിൽ രേഖപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നത്. പിന്നെ പല ആളുകൾക്കും ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകണം, അതിൽ വോട്ടുണ്ട്, അതുകൊണ്ട് കാര്യമല്ല. പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ട് ലിസ്റ്റും അസംബ്ലി വോട്ട് ലിസ്റ്റും വേറെ വേറെയാണ്. അസംബ്ലി വോട്ട് ലിസ്റ്റാണ് പാർലമെൻറ്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒക്കെ പരിഗണിക്കുന്നത്. അതിലാണ് നമ്മൾ പേരുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ, ഇപ്പോൾ ഈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് നോക്കി വെച്ചിട്ടുള്ള വോട്ടുണ്ട്, അതുപോരാ അസംബ്ലി ഇലക്ഷനിൽ വോട്ടുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. 2002 ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേരുണ്ട്, 2002 ലിസ്റ്റിൽ പേരുണ്ട്, വീട്ടിലെ ചില പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഗൾഫിലുണ്ടായിരുന്ന 2 അമ്മാവന്മാർ പേരയിലില്ല. അപ്പോൾ നമ്മൾ പ്രവാസികളെ പലരും 2002 മുമ്പൊക്കെ പ്രവാസം തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ പേര് വെട്ടിപ്പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പുതുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കാൻ സാധ്യതയുണ്ട് ആ ലിസ്റ്റിൽ. ഇപ്പം നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അന്ന് നമുക്ക് വോട്ടുണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ഇപ്പം ഉണ്ടെന്നുള്ളതുകൊണ്ട് സമാധാനിച്ചിരിക്കരുത്, പരിശോധിക്കണം എന്നർത്ഥം. പിന്നെ പുതിയ വോട്ട് ചേർക്കാൻ പറഞ്ഞു. അതുപോലെ വോട്ട് ഇരട്ട വോട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ അത് അപേക്ഷിച്ചിട്ട് ഒഴിവാക്കണം. ഇപ്പോൾ 2 അഡ്രസ്സിൽ 2 മണ്ഡലത്തിൽ വോട്ടുണ്ടാവും, ഒരു സ്ഥലത്ത് തന്നെ 2 വോട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പറഞ്ഞിട്ട് ഒഴിവാക്കണം. അതിന് ഫോൺ നമ്പർ 7 ഉപയോഗിക്കണം. ഈ ഫോൺ നമ്പർ 7 ആണ് ഇപ്പോൾ മുസ്ലിങ്ങളെ വോട്ട് കളയാൻ വേണ്ടിയിട്ട് ഇവർ മിസ്യൂസ് ചെയ്തത്. ആരെങ്കിലുമൊക്കെ അപേക്ഷ കൊടുക്കുകയാണ്, നമ്മളറിയാതെ നമ്മളെ പേരിൽ ആരെങ്കിലുമൊക്കെ അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ വോട്ട് വെട്ടിപ്പോവുകയാണ്. അതാണ് ബീഹാറിലൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? ഇനിയിപ്പോൾ ഈ എന്യൂമറേഷൻ ഒരു മാസമാണ്, ഡിസംബർ 4 വരെ. ഡിസംബർ 9 കരട് ലിസ്റ്റ് വരും. അപ്പോൾ നമ്മളെ പേരുണ്ടോ എന്ന് നോക്കണം. പുതിയ ഈ പരിശോധന കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ നമ്മളെ പേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ സമയമുണ്ട്. പിന്നെ ഒരു മാസം നമുക്ക് പരാതി പറയാം. അതായത് പിന്നെ ഓരോ അസംബ്ലി മണ്ഡലത്തിനും ഒരു ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസറുണ്ട്, രജിസ്ട്രേഷൻ ഓഫീസർ, അയാൾക്കാണ് പരാതി കൊടുക്കേണ്ടത്. പിന്നെ ഫെബ്രുവരി 7 ലാസ്റ്റ് ലിസ്റ്റ് വരും. ആ ലിസ്റ്റിലും പേരില്ലെങ്കിൽ പിന്നെ നമുക്ക് കലക്ടർക്ക് പരാതി കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിൽ പേരുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് 2002 ലിസ്റ്റ് പരിശോധിക്കുക. വോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വോട്ടർ ID നമ്പർ എന്താണെന്ന് നോക്കുക, അത് ഈ ഫോമിൽ എഴുതേണ്ടി വരും. അതുപോലെ ഇല്ലാത്തവരാണെങ്കിൽ അതിന് ആവശ്യമുള്ള മറ്റു രേഖകൾ നേരത്തെ തയ്യാറാക്കി വെക്കുക. ഈ വിവരം നമ്മൾ വീടുകളിൽ അറിയിക്കുക. നമ്മളെ കാര്യം ഇവിടുന്ന് ശരിക്ക് പറയാനുള്ളത് സെൻറ്ററിൽ നിന്നുള്ള നമുക്ക് ഈ വിഷയത്തിൽ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കാൻ പറ്റിയാൽ നമുക്കിവിടെ നമ്മുടെ വോട്ടുകളും നമുക്ക് ബന്ധപ്പെട്ട ആളുകളുടെ വോട്ടുകളൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കും. അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.